കാളീം കുമനവാസിനീം കരധൃതശൂലം കപാലാദിഭിർസകം സന്തതമാശ്രയാമി സകലേഷ്ടാപൂർത്തിസദ്യർത്ഥേ. ഓം ശ്രീഭദ്രകാളിയേ നമഃ. 1-ാം അധ്യായം ശ്രീഭദ്രകാളി മാഹാത്മ്യത്തിലെ ഗദ്യവ്യാഖ്യാനം. പർണശാലയിൽ സുഖമായിരിക്കുന്ന മാർക്കണ്ഡേയ മഹർഷിയോട് ശിവശർമാവെന്ന ബ്രാഹ്മണൻ വിനയാധീനതനായി ചോദിച്ചു: ഹേ ഭഗവൻ, അവിടുന്ന് അരുളി ചെയ്ത ദേവീ മാഹാത്മ്യം സവിസ്തരം കേൾക്കുക നിമിത്തമായി എനിക്ക് അത്യധികം മനസ്സമാധാനം ലഭിച്ചു. ഇനി ആ മാഹാത്മ്യമേറുന്ന ശ്രീ മഹാഭദ്രകാളി മാഹാത്മ്യം കൂടി കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. മാർക്കണ്ഡേയ മുനി പറഞ്ഞെന്താണ്? അല്ലയോ ബ്രാഹ്മണ, ശ്രീ മഹാഭദ്രകാളിയുടെ അവതാര ചരിത്രവും ഭൂലോകരക്ഷയ്ക്കായി മഹാദേവി ചെയ്ത അത്ഭുതകരങ്ങളായ പരാക്രമങ്ങളും ഞാൻ ചൊല്ലിത്തരാം. ഹേ ശിവശർമ്മൻ മനസ്സിരുത്തി കേട്ടുകൊണ്ടാലും. പണ്ട് കാശ്മീരനാഗരം വാണിരുന്നത് ചന്ദ്രസേനൻ എന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹം ബലവാനും ധർമ്മിഷ്ഠനും സുന്ദരനുമായിരുന്നു. ഒരു നാൾ ചന്ദ്രസേന രാജാവ് നായാട്ടിനായി സന്നാഹത്തോടെ പുറപ്പെട്ട് ദണ്ഡകാരണ്യം പൂകി. സിംഹവ്യാക്രാദി വന്യമൃഗങ്ങളെ വധിച്ച് കാട്ടിലൂടെ സഞ്ചരിക്കവേ മുന്നിലായി തണൽ മൂടിയ പാറപ്പുറവും അതിനടുത്തായി വൻമരവും ഒരു വലിയ ചിതൽപുറ്റും കണ്ട് ആ മരത്തിൽ തൻ്റെ 2 ആനകളെയും തളച്ചതിനു ശേഷം രാജാവ് ആ പാറപ്പുറത്ത് വിശ്രമിക്കാനിരുന്നു. മന്ത്രിമാരുമൊത്ത് ചൂതി കളിക്കാനും ആരംഭിച്ചു. ഈ സമയത്ത് മരത്തിനു ചുറ്റുമായി നടന്ന ആനകളുടെ കാൽ തട്ടി സമീപത്തുണ്ടായിരുന്ന വൻ ചിതൽപുറ്റ് തകർന്നു നിരന്നു. ഉടനെ ഭീമാകാരനായ ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെടുകയും ഘോരാട്ടഹാസം ചെയ്തുകൊണ്ട് ആ ആനകളെ 2നെയും തൻ്റെ നീണ്ട ബലിഷ്ഠങ്ങളായ കൈകൾ കൊണ്ട് പിടികൂടി ഭക്ഷിക്കുകയും ചെയ്തു. അനന്തരം തങ്ങളുടെ നേർക്കുനിരിഞ്ഞ ആ ഭൂതത്തെ കണ്ട് ഭയന്ന് രാജാവും മന്ത്രിമാരും മറ്റു പ്രാണരക്ഷാർത്ഥം കാട്ടിലൂടെ ഓടിത്തുടങ്ങി. കൂട്ടം തെറ്റിയ ചന്ദ്രസേന രാജാവ് ഓടിത്തളർന്ന് മുന്നിൽ കണ്ട ഒരാശ്രമത്തിൽ ഓടിച്ചെന്നു കയറി. സുധീഷ്ണൻ എന്ന മഹർഷിയുടെ സമീപം ചെന്ന രാജാവ് അദ്ദേഹത്തോട് അഭയം ചോദിച്ചു. രാജാവിൻ്റെ ദൈന്യതയും പിന്തുടർന്നെത്തിയ ഭൂതത്തെയും കണ്ട് സുധീഷ്ണൻ പറഞ്ഞു: ഹേ രാജൻ, ഭയപ്പെടേണ്ട. അങ്ങ് ഈ ആശ്രമത്തിൽ സുരക്ഷിതനാണ്. അങ്ങ് ആര്? എന്താണ് ഈ ഭയത്തിനു കാരണം? ആ മഹാഭൂതം എന്തിനായി അങ്ങയോടെ വിരോധിക്കുന്നു? ചന്ദ്രസേനൻ ആശ്വാസപൂർവം താൻ നായാട്ടിനു വന്നതും തൻ്റെ ആനകൾ ചിതൽപുറ്റുടച്ചതുമായ കാര്യങ്ങളെല്ലാം വിശദമായി മഹർഷിയോട് പറഞ്ഞു കേൾപ്പിച്ചു. ദിവ്യജ്ഞനായ സുധീഷ്ണ മഹർഷി കാര്യം മനസ്സിലാക്കിയ ശേഷം രാജാവിനോട് പറഞ്ഞു: ഹേ രാജൻ, ശ്രീ മഹാഭദ്രകാളിയുടെ കിങ്കരനായ മഹാഭൂതമാണ് നിന്റെ പിന്നാലെ വന്നത്.